എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടമ്മ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അറിയിപ്പുകൾ അനുസരിച്ച് ഏറ്റവും അവസാനമായിട്ട് വിതരണ അറിയിപ്പുകൾ വരികയാണ്. അടുത്ത ആഴ്ച 25-ാം തീയതി മുതലൊക്കെ ആനുകൂല്യത്തിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. നിലവിൽ 3-ാം ഗഡുവായിട്ടായിരിക്കും ചിലർക്ക് ധനസഹായം എത്തിച്ചേരുന്നത്. എന്നാൽ ചിലർക്ക് ആദ്യ ഗഡുവായിട്ടായിരിക്കും ഈ ഒരു വിതരണം എത്തിച്ചേരുന്നത്. കാരണമെന്ന് പറയുന്നത് അപ്രൂവൽ ആകുന്നതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഇതെല്ലാം തന്നെ പരിഹരിച്ച ശേഷമായിരിക്കും ഈ ധനസഹായം ലഭിക്കുന്നത്. 16 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കാണ്, അതായത് 16 ലക്ഷത്തിന് മുകളിലാണ് സർക്കാരിൻ്റെ ലിസ്റ്റ് പ്രകാരം ആനുകൂല്യം ലഭിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ 2 ഗഡുക്കൾ ലഭിച്ചവരുണ്ട്. ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ധനസഹായമായിട്ട് 2000 രൂപ ഒരുമിച്ച് ലഭിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ 2 മാസങ്ങളിലായിട്ട് തുക ലഭിച്ച ഗുണഭോക്താക്കളുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ 3-ാമത്തെ ഗഡുവായിട്ടായിരിക്കും ഈ പ്രാവശ്യത്തെ ധനസഹായം എത്തിച്ചേരുന്നത്. 25-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് തുക എത്താവുന്നതാണ്. സാധാരണഗതിയിൽ ക്ഷേമ പെൻഷന്റെ വിതരണം ചെയ്യുന്ന സമയത്താണ് ഈ ഒരു തീയതി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം മറ്റ് ക്ഷേമ പെൻഷനുകളുടെ വിതരണമില്ല. ഈസ്റ്റർ, വിഷു ഒക്കെ പ്രമാണിച്ച് ധനസഹായങ്ങൾ മുൻകൂറായിട്ട് വിതരണം ചെയ്തിരുന്നു. അങ്ങനെയുള്ളവർക്ക് 4000 രൂപ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ ഇനി മറ്റ് തുക വിതരണങ്ങൾ ഇല്ല. ലഭിക്കാനുള്ളത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിഹിതം മാത്രമാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായിട്ട് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. DBT കൃത്യമായിട്ട് അതിൻ്റെ ഇഷ്യൂ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 25-ാം തീയതി അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം ക്രെഡിറ്റ് ആകുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിലവിൽ ആദ്യമായിട്ട് തുക ലഭിക്കുവാനായിട്ട് പോകുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വെരിഫിക്കേഷനൊക്കെ പല ഘട്ടത്തിൽ നടന്നുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ലഭിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗഡുവായിട്ടായിരിക്കും 1000 രൂപ ലഭിക്കുന്നത്. മുൻപുണ്ടായിരുന്ന തുകകൾ അവർക്ക് ലഭിക്കുന്നതല്ല. കാരണം ഇതൊരു പെൻഷൻ പദ്ധതി പോലെയാണ്. തുടർന്ന് അങ്ങോട്ട് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം അപേക്ഷ വയ്ക്കുവാൻ വൈകുന്നുവോ അത്രയും നാളത്തെ ആനുകൂല്യം നമുക്ക് തടസ്സപ്പെടുകയാണ്, അതായത് ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നിരവധി ആളുകൾ ഇനിയും അപേക്ഷ വയ്ക്കുവാനുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കണക്കുകൾ പ്രകാരം പുറത്തു വരുന്നത്. 30 ലക്ഷം പേർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.